മൂന്നാം പിണറായി സർക്കാരിലേക്കുള്ള ചുവടുവെപ്പായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പെന്ന് മുൻമന്ത്രി കെ ശൈലജ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF ഉന്നത വിജയം നേടും. വാർഡ് വിഭജനം നടന്നപ്പോൾ പാർട്ടിക്കിടയിലും ചിലർ അതിന്റെ പ്രശ്നങ്ങളും എതിർപ്പുകളും ചൂണ്ടിക്കാണിച്ചിരുന്നെന്നും കെ ശൈലജ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു കർട്ടൻ റൈസറായി എല്ലാവരും കാണുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ടീച്ചർ കാണുന്നത്? പാർട്ടിയുടെ വിജയത്തിനെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ ഈ വാർഡുകളിലും പഞ്ചായത്തുകളിലും ഉൾപ്പെടെ CPMന്റെ വിജയത്തെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? വലിയ വിജയ പ്രതീക്ഷയാണുള്ളത്. ഈ ജനങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് ഈ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം. അതിൽ ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി പിണറായി ഇടപെട്ട് കൊണ്ടുവന്നിട്ടുള്ള 4 മിഷനുകൾ അത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് തുടങ്ങിയത്. പക്ഷേ അതിൻ്റെ ഫലം കൂടുതൽ ഈ ഗവൺമെൻറ്റിൻ്റെ സമയമാകുമ്പോഴേക്കാണ് ജനങ്ങൾക്ക് കിട്ടിത്തുടങ്ങിയത്. എല്ലാ പാർട്ടികളായാലും ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ യുവത്വങ്ങളെ നമ്മുടെ DYFIയിലും SFIയിലും എന്തിന് ബാലസംഘത്തിൻ്റെ ഉൾപ്പെടെ നേതൃത്വത്തിൽ നിന്നിട്ടുള്ള ആൾക്കാരെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് അവരുടെ പ്രതിനിധികളായിട്ട് ഒരുക്കുകയാണ്. അപ്പോൾ യുവത്വത്തെ കൊണ്ടുവരുന്ന ഒരു തന്ത്രം അത് എങ്ങനെയാണ്? ധാരാളം. അത് ഞങ്ങളുടെ മുന്നണിയുടെയും CPIMൻ്റെയും എല്ലാം പ്രഖ്യാപിതമായിട്ടുള്ളൊരു ലക്ഷ്യമാണ്. പ്രായമുള്ളവരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നല്ല, നല്ല അനുഭവസമ്പന്നരായിട്ടുള്ള പ്രായമുള്ളവർ ഒരു നിശ്ചിത ശതമാനം ഉണ്ടായിരിക്കും എല്ലാ പട്ടികയിലും. പക്ഷേ യങ്സ്റ്റേഴ്സിനെ, പുതിയ തലമുറയിൽപ്പെട്ട ഈ നേരത്തെ മത്സരിച്ചു കൊണ്ടിരുന്നവരും പ്രായം ചെന്നവരും അവരെ മാത്രം നോക്കി തിരഞ്ഞെടുത്താൽ നമുക്ക് പുതിയ തലമുറയെ ഉത്തരവാദിത്വത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഏറ്റവും യങ്സ്റ്റേഴ്സായിട്ടുള്ള നല്ല കഴിവുള്ള ആളുകളെ തിരഞ്ഞുപിടിച്ചത് DYFIയുടെ പ്രവർത്തകരുണ്ട്, SFIയുടെ പ്രവർത്തകരുണ്ട്, ബാലസംഘത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ആളുകളുണ്ട്. അത്തരം ചെറുപ്പക്കാരെ ഈ പാനലിൻ്റെ ഭാഗമായി ഓരോ പഞ്ചായത്തിലും ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും കൊണ്ടുവരാൻ, കോർപ്പറേഷനുകളൊക്കെ പ്രത്യേകിച്ച്. കോൺഗ്രസ് ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യം, അതായത് ഈ വാർഡ് വിഭജനം, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നോടിയായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള വാർഡ് വിഭജനം ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നമ്മുടെ അല്ലെങ്കിൽ CPMൻ്റേതാക്കാനുള്ള, അല്ലെങ്കിൽ സർക്കാരിനെ അനുകൂലമാക്കിക്കൊണ്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, നേട്ടത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ആരോപണം. അപ്പം അതിനോട് എങ്ങനെയാണ്? ഈ വാർഡ് വിഭജനത്തിൽ പ്രധാനമായിട്ടും ഉദ്യോഗസ്ഥരൊക്കെയാണ് ഇടപെടുന്നത്. ഉദ്യോഗസ്ഥരെല്ലാവരും CPIMൻ്റെ ആളോ LDFൻ്റെ ആളോ അല്ല. യഥാർത്ഥത്തിൽ ഈ വാർഡ് വിഭജനം നടന്നപ്പോൾ ഞങ്ങളുടെ പല കമ്മിറ്റികളിലും വലിയ പ്രശ്നങ്ങളുണ്ടായി. അത് വിമർശനമായിട്ട് ഒരുപാട് ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റികൾ പറഞ്ഞത് ഈ വാർഡ് വിഭജനം ഇടതുപക്ഷത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലായിപ്പോയി എന്നുള്ളതാണ്. കാരണം ഒരു പരിധിക്കപ്പുറത്തേക്ക് നമുക്ക് ഈ വാർഡ് വിഭജനത്തിലൊന്നും ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയില്ല. അതെല്ലാം കുറേ ഉദ്യോഗസ്ഥന്മാർ കൂടി നോക്കിയിട്ട് അതിൻ്റെ പല മാനദണ്ഡങ്ങളും ഉണ്ട്. അങ്ങനെയാണ് ചെയ്യുന്നത്. ഞങ്ങൾ അമിതമായിട്ട് ഇടപെടാറുമില്ല. പക്ഷേ വിഭജനമെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ നമുക്ക് പലയിടത്തും ബുദ്ധിമുട്ടായി എന്നുള്ള മട്ടിൽ പാർട്ടി കമ്മിറ്റിക്കകത്ത് വിമർശനം ഉയർന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഞങ്ങൾ പറഞ്ഞു അതൊന്നും പ്രശ്നമില്ല, വാർഡിൻ്റെ പരിധി ഏതായാലും വേണ്ടില്ല, നമ്മൾ കാണാൻ പോകുന്നത് ജനങ്ങളെയാണ്. ഏത് പരിധിയിൽ വരച്ചാലും അവിടെ ജനങ്ങളുണ്ടല്ലോ, ആ ജനങ്ങളെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങളിപ്പോൾ. ഈ ഭരണ നേട്ടങ്ങളൊക്കെയും തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. അത് കഴിഞ്ഞുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാരിൻ്റെ ഒരു 3ാം വരവിന് കൂടി കാര്യമായേക്കാം എന്ന് തന്നെയാണ് ശൈലജ ടീച്ചറും പറഞ്ഞു വെക്കുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് മീര മനോഹരൻ, ന്യൂസ് മലയാളം.